രോഗത്തെ ചികിത്സിക്കുക രോഗകാരണത്തിൽ ഹരീഷേ നീ എന്താ ചുമ്മാ ഇരുന്ന് പിച്ചുമ്പി പറയണം ഇരിയണ്ണ ഇവിടെ. അതായത് രോഗത്തെ ചികിത്സിച്ച് തോൽപ്പിച്ചാൽ രോഗി നശിക്കും, രോഗകാരണത്തെ കണ്ടെത്തുകയും പരിഹരിക്കുകയും ചെയ്താൽ എന്താവും? രോഗം നശിക്കും. മനസ്സിലായ? കരിച്ചതും പൊരിച്ചതും കഴിക്കാൻ പറ്റാതെ വട്ട എന്നാണ് തോന്നുന്നത്. അല്ല ഇരിയണ്ണ പോലെ ആരോട് പറയാൻ. നമ്മളെന്തായാലും കുറച്ച് ദിവസം കരിച്ചതും പൊരിച്ചതും ഒക്കെ നിർത്തി വെച്ചിട്ട് ഒന്ന് ആരോഗ്യം ശ്രദ്ധിക്കാൻ പോവുക. ഭക്ഷ്യസുരക്ഷ, ആരോഗ്യത്തിൻ്റെ അടിത്തറ, നാച്ചുറൽ ലൈഫ് ക്യാൻറ്റീൻ. അതായത് ചോറിൽ തന്നെ നല്ല തവിടോട് കൂടിയ അരിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സാമ്പാർ കൂടി അങ്ങനെ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അവിയലിലാണെങ്കിലോ തൈര് ഉപയോഗിക്കത്തില്ല. ഇനി പായസം വെക്കാനോ പഞ്ചസാര ഉപയോഗിക്കത്തില്ല. പിന്നെ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു അല്ലേ? ചോദിക്കാം വാ. ഇത് വളരെ വ്യത്യസ്തമായ ഒരു ഭക്ഷണശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പ്രകൃതി ചികിത്സകനായ ജേക്കബ് വടക്കഞ്ചേരി തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ്. ആദ്യം അല്പം ഇഷ്ടം തോന്നായിക വരാമെങ്കിലും പിന്നീട് അത് ശീലിച്ചു കഴിയുമ്പോൾ അതിൻ്റെ മൂല്യം മനസ്സിലാക്കി കഴിയുമ്പോൾ കൂടുതൽ ആർജവത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി രോഗങ്ങളില്ലാത്ത ഒരു ആരോഗ്യ ജീവിതം സാധ്യമാകാനുള്ള ഒരു സാധ്യതയാണ് പൊതുജനങ്ങൾക്ക് മുൻപിൽ തുറന്നിടുന്നത്. 12 മണിക്ക് എല്ലാ ഫുഡും റെഡിയാവും. അപ്പോൾ എത്ര മണി വരെ പോകും? ഊണൊരു 3:30 വരെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈവനിങ് സ്നാക്സ്, ഇലട, കൊഴുക്കട്ട, പിന്നെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയത്, കപ്പ, കാച്ചിൽ, പിന്നെ ചപ്പാത്തി, കുറുമ. രാത്രി 6 മണിക്ക് ശേഷം കഞ്ഞി. പണ്ട് ഷെഫായിരുന്നില്ലേ? ഷെഫായിരുന്നു. ഞാൻ തൃശ്ശൂർ ട്രിച്ചു ടവേഴ്സിൽ ഉണ്ടായിരുന്നു. പിന്നെ ആലുവ പെരിയാറിൽ, പിന്നെ ആമ്പല്ലൂർ ഹൈവേ കാസിൽ. ആ ഭക്ഷണത്തിലെല്ലാം ഇപ്പം കൈവിട്ട് ഇപ്പോൾ നമുക്ക് ആൾക്കാർക്ക് ആരോഗ്യം ഉണ്ടാവുന്ന ഒരു ഭക്ഷണം. മറ്റേത് നമുക്ക് രുചിക്ക് വേണ്ടി മാത്രം എല്ലാ ഇതുകളും ചെയ്ത് എല്ലാം കഴിക്കരുതില്ലേ? നമുക്ക് പോവാം. നോൺ വെജ് എന്ന് പറയുമ്പോൾ നമുക്ക് അസുഖം തരുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പം ഈ ഭക്ഷണം കഴിച്ചുകൂടി എൻ്റെ വലിയ വയറൊക്കെ ആയിരുന്നു. ഇപ്പോൾ വയറൊക്കെ ചുരുക്കി, കാല് വെരിക്കോസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര മണിക്കൂർ നടന്നാലും ഇപ്പോൾ ഈ കാലത്ത് 5 മണിക്ക് ഞാൻ ഇവിടെ കയറിയതാണ്. ഇതുവരെ ഒരു ക്ഷീണമില്ല, നല്ല ഹാപ്പിയാണ്. നമ്മളിപ്പോ മുളക് പൊടി, സാമ്പാർ പൊടി, മുളക് പൊടി ഇല്ല, സാമ്പാർ പൊടി ഇല്ല, കായം ചേർക്കുന്നില്ല, മസാലകളില്ല. സാമ്പാർ ടേസ്റ്റ് കിട്ടും നമുക്ക്. സാമ്പാറിന് നമ്മള് മത്തങ്ങയാണ് നമ്മൾ ഈ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പുളിക്ക് പകരം തക്കാളി മാത്രമേ ചേർക്കും. അതായത് പണ്ട് ചെയ്ത ഷെഫിന്റെ രീതി മൊത്തം മാറി, എല്ലാം മാറി. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. ബിരിയാണി ഉണ്ട്. അത് നമ്മൾ നെയ്യ് ചേർക്കുന്നതിന്റെ എസൻസ് ചേർക്കാത്ത ബിരിയാണി. മല്ലിന് വേണ്ടിയിട്ട് നമ്മൾ പുതിന, മല്ലിയില, പിന്നെ പൈനാപ്പിള് അതൊക്കെ ഇട്ട് ദമ്മാക്കും. ചേട്ടന് ഇത്തിരി വയ്യായം ഇതൊക്കെ ആയിരുന്നു. അപ്പൊ ജേക്കബ് സാറിന്റെ ചികിത്സയിലായിരുന്നു ആൾക്ക് ഒരു ഉണർവ് വന്നത്. അപ്പൊ ആള് സാറ് ഇങ്ങനെ അവിടെ ഒരു എന്ത് തുടങ്ങണ്ടെന്ന് പറഞ്ഞപ്പോ ആള് സാറിന്റെ കൂടെ ഇങ്ങോട്ട് വന്നതാണ്. അതെ അതെ, ഉണക്കലരി എന്നാണ് പറയുക. പോഷക മൂല്യങ്ങൾ ചോർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പുഴുങ്ങാതെ ഉണങ്ങിയ അരിയാണ്. ഇതാണ് നമ്മൾ ചോറിന് ഉപയോഗിക്കുന്നത്. ഗോതമ്പ് മുളപ്പിച്ചിട്ട് ഉണങ്ങി പൊടിക്കുന്നതാണ് ഈ ഗോതമ്പ് പൊടി. പാലുൽപ്പന്നം ഒന്നും ഉപയോഗിക്കില്ല, തൈരില്ല, മോരില്ല, ഒന്നും ഉപയോഗിക്കില്ല. ഇപ്പൊ തുടങ്ങിയിട്ട് എത്ര വർഷമായി നമ്മളിപ്പോ? ഇപ്പൊ ഇവിടെ തുടങ്ങിയിട്ട് 3 മാസം ആകുന്നതേ ഉള്ളൂ. അതെ. കൊല്ലത്ത് തുടങ്ങിയിട്ട് 2-3 വർഷങ്ങളായി. അതെ. ഇതിന്റെ പേര് എള്ള് ലഡു എന്നാണ് നമ്മൾ പറയുന്നത്. ഇതുപോലെ തന്നെ കപ്പലണ്ടി ലഡു ഉണ്ട്, ഈന്തപ്പഴത്തിൻ്റെ ലഡു ഉണ്ട്. നല്ല ടേസ്റ്റിയാണ്. ചോറുണ്ട് കഴിയുമ്പോൾ മധുരം കഴിക്കുക എന്നൊരു ശീലം ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അത് നല്ലതാണ്, ദഹനത്തെ സഹായിക്കും. പക്ഷേ ഞാൻ വിചാരിച്ചത് കളർ കണ്ടപ്പം ഗ്രേപ്പ് ജ്യൂസാണ്, മുന്തിരി ജ്യൂസാണ്. ജ്യൂസല്ല, കഞ്ഞിവെള്ളത്തിൽ ഉപ്പ് ഇട്ട് ബീട്രൂട്ട് ജ്യൂസ് അടിച്ചിട്ട് ഒഴിക്കും. ആസ് യൂഷ്വൽ കഞ്ഞിയുടെ ടേസ്റ്റ് വരെ ഇത് വലിയൊരു ടേസ്റ്റ് മാറ്റം തോന്നില്ല കേട്ടോ. പക്ഷെ കൊള്ളാം. നമ്മൾ വിചാരിച്ചിട്ട് അവിയലിൻ്റെ കാര്യത്തിൽ അവിയൽ തൈരും കാര്യമൊന്നും ഉപയോഗിക്കാതെ അവിയൽ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അവിയൽ സാധാ അവിയൽ ടേസ്റ്റ് തന്നെ. പിന്നെ പൈനാപ്പിൾ കിച്ചടി, ചേമ്പ് തോരൻ, പായസം, അടപ്രഥമനാണ് പായസം. പാൽ ചേർക്കില്ല, പഞ്ചസാര ചേർക്കില്ല, ശർക്കരയും തേങ്ങാപ്പാലും. പക്ഷേ ഗംഭീര പായസം കേട്ടോ. തോരനുണ്ട്, പിന്നെ എല്ലാം ക്യാരറ്റും എല്ലാം ചേർത്തിട്ട് സലാഡ് ഐറ്റം. അച്ചാറുണ്ട്, നമ്മൾ നാരങ്ങ അച്ചാറോ അല്ലെങ്കിൽ മാങ്ങ അച്ചാർ, അങ്ങനെ അച്ചാറല്ല കേട്ടോ. അച്ചാർ ഒന്ന് ഉരുളക്കിഴങ്ങ് കാണും, 5 സൈഡും 2 കറിയും ചോറും.
100 രൂപ ചാർജ്. എക്സ്ട്രാ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ തൈക്കാട് ഗാന്ധിഭവൻ്റെ അകത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ശരീരം ശ്രദ്ധിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് മാറ്റി പിടിച്ചേക്കുക. തൽക്കാലം ഞാൻ മെല്ലെ വിട്ടേക്കും. പോട്ടെ, വീണ്ടും കാണാം. ബൈ.